പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. സ്നേഹമുള്ളവരെ, എപ്പോഴാണ് ദൈവരാജ്യം വരുന്നത്? എപ്പോഴാണ് മനുഷ്യപുത്രം വരിക? ദൈവരാജ്യം എപ്പോഴായിരിക്കും പ്രകടമാവുക എന്നുള്ള ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടിയാണ് ഇവിടെ എന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ തന്നെയുണ്ട്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇടയിൽ എന്ന് എഴുതിയിരിക്കുന്ന ഗ്രീക്ക് വാക്കിന് എന്തോസ് എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. എന്തോസ് എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്നാകാം, വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഉള്ളിലെന്നാകാം. ഇപ്പോൾ ഉള്ളിലുമാകാം, ഇടയിലുമാകാം. ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണം. അത് ബന്ധങ്ങളിലാണ്. എൻ്റെ ഹൃദയത്തിൽ പരിവർത്തനം ഉണ്ടാക്കും. ദൈവരാജ്യം എൻ്റെ ഹൃദയത്തിൽ പ്രകടമാകുന്നു. അത് മറ്റുള്ളവരിലൂടെ പ്രചരിക്കുന്നു ദൈവരാജ്യം. ഇപ്പോൾ യേശു പറയുന്ന ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം തന്നെ ദൈവരാജ്യമാണെന്ന് നോക്കുക. അപ്പോൾ യേശുവിലാണ് ദൈവരാജ്യം യാഥാർത്ഥ്യമായിരിക്കുന്നത്. യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. ആ യേശുവിനെ സ്വീകരിക്കുക, യേശുവിൻ്റെ സന്ദേശം സ്വീകരിക്കുക. എൻ്റെ ഉള്ളിൽ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുക. ഇപ്പോൾ ദൈവരാജ്യം എന്ന ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുടെ സന്തോഷവുമാണ് എന്ന് ഒരു നിർവചനമായി റോമക്കാർക്കെഴുതിയ ലേഖനം 14-17 വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ദൈവരാജ്യം, എൻ്റെ ഉള്ളിലുള്ള ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ആ ദൈവരാജ്യം നമുക്ക് എപ്പോഴും വഴികാട്ടിയോടെ നമുക്ക് പ്രചോദനം നൽകട്ടെ. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണെന്ന ബോധ്യത്തിലൂടെ ഈ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുടെ സന്തോഷവും അനുഭവിക്കാനുള്ള കൃപ തമ്പുരാൻ ചെയ്യട്ടെ. നിൻ വഴിയേ നടക്ക